കണ്ണൂർ കോളയാട് ആലച്ചേരിയിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ആലച്ചേരി സ്വദേശി ചന്തുക്കുട്ടി നായരുടെ ഇരുനില കെട്ടിടമാണ് രാത്രിയിൽ തകർന്നത്. ജില്ലയിൽ ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴ ശക്തി പ്രാപിക്കുന്നു നമ്മൾ കണ്ടതാണ്. വെള്ളക്കെട്ടും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല എന്ന് മാത്രമല്ല പല മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആലച്ചേരിയിൽ ഒരു പഴയ കെട്ടിടം തകർന്ന് വീണിരിക്കുകയാണ്. ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. ഇങ്ങനെ നിരവധി നാശനഷ്ടങ്ങളൊക്കെ തന്നെ കണ്ണൂരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മിഥുൻ പിള്ള നമ്മളോട് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം. ഒരു മണിക്കൂർ കഴിയുമ്പോഴും ആ വെള്ളത്തിന്റെ തോത് ഉയരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിഥുൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മഴ ഏതു രീതിയിലാണ് കണ്ണൂർ ജില്ലയെ ബാധിച്ചിരിക്കുന്നത്? രോഹിണി, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കനത്ത മഴയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ തന്നെ റെഡ് അലർട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായത്. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. മഴയ്ക്ക് ശമനം വന്നതുകൊണ്ട് തന്നെ പലയിടത്തും വെള്ളം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടത്തും നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയൊരു അവസ്ഥയുണ്ടായിരുന്നു. താഴ്ന്ന ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ ഉൾപ്പെടെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോ ഈ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും മഴയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. മഴ കുറഞ്ഞതോടുകൂടി വെള്ളക്കെട്ട് കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ പോലും ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ കോളയാട് ആലച്ചേരിയാണ് ഈ ഒരു കനത്ത മഴയിൽ പഴയ കെട്ടിടം തകർന്നു വീണത്. ആലച്ചേരി സ്വദേശിയായ ചന്തുക്കുട്ടി നായരുടെ ഇരുനില കെട്ടിടമാണ് തകർന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അടഞ്ഞു കിടന്ന കെട്ടിടമായതിനാൽ തന്നെ മറ്റ് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരി പാട്ടിയത്ത് ഒരു വയോധികയെ വെള്ളത്തിൽ ഒഴുകി കാണാതായിരുന്നു. അങ്ങനെ ഒരു സംശയം ഉയർന്നിട്ടുണ്ട്. ആ വൃദ്ധയെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് അല്പം ആശ്വാസം ഉള്ളൊരു ദിവസമാണ് ഇന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. പലയിടത്തുനിന്നും വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, കണ്ണൂരിൽ എന്തായാലും ഒരല്പം ആശ്വാസജനകമായ വസ്തുത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഒരല്പം ശമനം മഴയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയും വെള്ളക്കെട്ടും ഒക്കെയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്.